Hi students, now we'll discuss the topic inheritance and method overriding in Java. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫീച്ചറാണ്. ഉപ്പ് കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻഹെറിറ്റൻസ്? ദ എബിലിറ്റി ടു അക്വയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. അപ്പോൾ ഇവിടെ രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇൻഹെറിറ്റൻസിൽ ബേസ് ചെയ്യുന്നത്. ഇതിൽ ഒരു സൂപ്പർ ക്ലാസ് ഉണ്ടാവും, ഒരു സബ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൂപ്പർ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ സബ് ക്ലാസ്സസ് ഇൻഹെറിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ യൂസ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസിൽ ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇനി ഇവിടെ ജാവയിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡാണ്. ഇതിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലാസ് സ്പേസ് സബ് ക്ലാസ് നെയിം എക്സ്റ്റെൻസ് സൂപ്പർ ക്ലാസ് നെയിം. ഇവിടെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് ഏതാണെന്നും അതിൻ്റെ ബേസ് ക്ലാസ് ഏതാണെന്നും നെയിം സ്പെസിഫൈ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻഹെറിറ്റൻസ് വഴി എല്ലാ നോൺ പ്രൈവറ്റ് മെമ്പേഴ്സിനെയും സബ് ക്ലാസ്സിന് സൂപ്പർ ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മെയിനായിട്ടും ഉള്ള ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. എന്താ സിംഗിൾ ഇൻഹെറിറ്റൻസ്? ക്ലാസ് എ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ബി ഇൻഹെറിറ്റഡ് ആവണം. മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് എ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്, അതിൻ്റെ സബ് ക്ലാസ്സാണ് ക്ലാസ് ബി, അതിൽ നിന്ന് വീണ്ടും ഇൻഹെറിറ്റ് ചെയ്ത് ക്ലാസ് സി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ മൾട്ടി ലെവൽ. ഹൈറാർക്കിക്കൽ മീൻസ് സെയിം ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സബ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ഫോർത്ത് വൺ ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ മീൻസ് ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു സബ് ക്ലാസ്, അപ്പോൾ ക്ലാസ് എയിൽ നിന്നും ക്ലാസ് ബിയിൽ നിന്നും കൂടി ക്ലാസ് സി ക്രിയേറ്റ് ചെയ്യുക. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഇതിലേതെങ്കിലിൻ്റെ കോമ്പിനേഷൻ. ഇവിടെ ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യണില്ല. ഇൻ്റർഫേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ശരിക്കും ക്ലാസ് കൺസെപ്റ്റിൽ ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇല്ല. നമുക്ക് 4 ടൈപ്പ് ഇൻഹെറിറ്റൻസ് മാത്രമാണ് പഠിക്കാനുള്ള: സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, ദെൻ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. സോ ഇതിൻ്റെ പ്രോഗ്രാം വെച്ച് നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇതിൽ 2 ക്ലാസ്സുകളുണ്ട്. അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സും അതുപോലെ തന്നെ ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സും. അതിൽ ക്ലാസ് അനിമലിൽ ഒരു മെത്തേഡ് ഉണ്ട്, ഈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ക്ലാസ് ഇസ് ഡോഗ്. അതിൽ ഒരു മെത്തേഡ് ഉണ്ട്, ബാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അനിമൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സൂപ്പർ ക്ലാസ്സും ഡോഗ് എന്ന് പറയുന്നത് അതിൻ്റെ സബ് ക്ലാസ്സുമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ എക്സ്റ്റെൻസ് കീവേഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് അനിമൽ. ഇപ്പോൾ ഡോഗ് എന്ന് പറയുന്നത് സബ് ക്ലാസ്സും അനിമൽ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് സൂപ്പർ ക്ലാസ്സുമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ക്ലാസ് കീവേഡ് സ്പേസ് സബ് ക്ലാസ് നെയിം, ദെൻ എക്സ്റ്റെൻസ് കീവേഡ് ആൻഡ് ദെൻ ഗീവ് ദ സൂപ്പർ ക്ലാസ് നെയിം. ദെൻ ആഫ്റ്റർ ദാറ്റ് മെയിൻ മെത്തേഡ്, ക്ലാസ് ടെസ്റ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ മെയിൻ മെത്തേഡ് എഴുതി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args. അതിനുശേഷം സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഡോഗ് ഡി ഇസ് ഈക്വൽ ടു ന്യൂ ഡോഗ്. അപ്പോൾ അതിൽ ഡി എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്. ഇനി ആ ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചൈൽഡ് ക്ലാസ്സിലെ ബാർക്ക് മെത്തേഡും അതുപോലെ അതിൻ്റെ സൂപ്പർ ക്ലാസ്സിലത്തെ ഈറ്റ് മെത്തേഡിനെയും കോൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യുമ്പോൾ സബ് ക്ലാസ്സിന് അതിൻ്റെ സൂപ്പർ ക്ലാസ്സിൻ്റെ മെത്തേഡുകളെ യൂസ് ചെയ്യാനുള്ള നോൺ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ മെത്തേഡുകളെയും യൂസ് ചെയ്യാനുള്ള കൺട്രോളും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡി എന്ന് പറയുന്ന സബ് ക്ലാസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സൂപ്പർ ക്ലാസ്സിലെ ഈറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെയും ആക്സസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ബാർക്കിംഗ്, ഈറ്റിംഗ് 2 മെത്തേഡുകളിലും കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എങ്ങനെയായിരുന്നു? ആദ്യം ഒരു സൂപ്പർ ക്ലാസ് ഉണ്ടാവും, അതിനൊരു സബ് ക്ലാസ് ഉണ്ടാവും, അതിൽ നിന്ന് എഗെയിൻ നമ്മൾ വേറൊരു സബ് ക്ലാസ്സിനെയും കൂടി ഡിറൈവ് ചെയ്തെടുക്കണം. ഇവിടെ അനിമൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സൂപ്പർ ക്ലാസ്. അതിൽ ഈറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് അനിമലിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അനിമൽ എന്ന് പറഞ്ഞാൽ ബേസ് ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ആണ് ഡോഗ്.
ദെൻ ഡോഗിൽ നിന്ന് എഗെയിൻ വേറൊരു ക്ലാസ് കൂടി ഡിറൈവ് ചെയ്തു, ബേബി ഡോഗ് എന്ന് പറയുന്ന ക്ലാസ് കൂടി ഡിറൈവ് ചെയ്തു. അതിൽ ബീപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS. അതിൽ ഏറ്റവും ചൈൽഡറായിട്ടുള്ള ബേബി ഡോഗ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്തത്. ബേബി ഡോഗ് D = ന്യൂ ബേബി ഡോഗ്. അപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തേർഡ് ക്ലാസ്സിൻ്റെയാണ്. നമ്മുടെ സബ് ക്ലാസ്സിലെ ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ആയിട്ടുള്ള ബേബി ഡോഗിൻ്റെ ഒബ്ജക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനെയും അതുപോലെ തന്നെ അനിമൽ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിനെയും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ D.Weep എന്ന് പറയുന്ന ഫംഗ്ഷൻ, D.Bark ആൻഡ് D.Eat 3 ഫംഗ്ഷനും കോൾ ചെയ്തു. അപ്പോൾ ഈ കറസ്പോണ്ടിങ്ങിന് നമുക്ക് 3 മെത്തേഡിലേക്കുള്ള ആക്സസിബിലിറ്റി ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ബേബി ഡോഗ് ക്ലാസ്സിലെ വീപ്പിംഗ് ഔട്ട്പുട്ട് വരും, ദെൻ ബാർക്കിംഗ് ഔട്ട്പുട്ട് വരും, ആൻഡ് ഈറ്റ് ഫംഗ്ഷൻ്റെ ഈറ്റിംഗ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സബ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൽ അനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ് ഉണ്ടായിരുന്നു, അതിൽ ഈറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തു, അനിമലിൻ്റെ സബ് ക്ലാസ്സാണ് ഡോഗ്. അതുപോലെ തന്നെ ക്യാറ്റ് എന്ന് പറയുന്ന വേറൊരു ക്ലാസ്സും അനിമലിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഒറ്റ സൂപ്പർ ക്ലാസ്സും അതിൽ ഒന്നിൽ കൂടുതൽ സബ് ക്ലാസ്സുകളാണ്. അനിമലിന് തന്നെ ഇവിടെ ഡോഗ് ആൻഡ് ക്യാറ്റ് 2 സബ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ മെയിൻ മെത്തേഡിൽ C എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് 1 ഓഫ് ദി സബ് ക്ലാസ്സസ് ഓഫ് അനിമൽ ക്ലാസ്. C = ന്യൂ ക്യാറ്റ്. അപ്പോൾ C എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. C വെച്ചിട്ട് നമുക്ക് എന്തിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുക, C എന്ന് പറയുന്നത് ഒരു സബ് ക്ലാസ്സിലെ മെത്തേഡാണ്. അപ്പോൾ C എന്ന് പറയുന്നത് വെച്ചിട്ട് ആ സബ് ക്ലാസ്സിലത്തെ മെത്തേഡിനെ ആക്സസ് ചെയ്യാം, അതിൻ്റെ കറസ്പോണ്ടിങ് ബേസ് ക്ലാസ്സിലത്തെ മെത്തേഡുകളെയും ആക്സസ് ചെയ്യാം. അപ്പോൾ C.Meow ആൻഡ് C.Eat. ഇവിടെ നമുക്ക് C.Bark ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ, അത് ഇതിൻ്റെ ഒരു സൂപ്പർ ക്ലാസ് അല്ല. അപ്പോൾ ഓരോ ക്ലാസ്സുകൾക്കും അതിൻ്റെ സൂപ്പർ ക്ലാസ്സിലത്തെ മെത്തേഡുകളെ മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിൽ വരുമ്പോൾ നമുക്ക് 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിലത്തെ മെത്തേഡ്സും അതുപോലെ അനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിലത്തെ മെത്തേഡ്സിനെയും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ അവിടെ കമ്പൈൽ ടൈം എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മ്യാവും ആൻഡ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് ഇസ് മെത്തേഡ് ഓവർ റൈഡിങ്. നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്ന് പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് സിമിലാരിറ്റി ഉള്ളൊരു കൺസെപ്റ്റാണ് മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർലോഡിങ്ങിൽ സെയിം ഫംഗ്ഷൻ നെയിമും ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സും ആയിരുന്നു നമ്മൾ ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്തിട്ടിരുന്നത്. ഇവിടെ നമ്മൾ സെയിം ക്ലാസ്സിലുള്ള കൺസെപ്റ്റ് അല്ല, ഇത് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് മെത്തേഡ് ഓവർ റൈഡിങ്. സൂപ്പർ ക്ലാസ്സും സബ് ക്ലാസ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സൂപ്പർ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിൻ്റെ നെയിമും സിഗ്നേച്ചറും, അതായത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി ഓഫ് ദ മെത്തേഡ്, ഇത് രണ്ടും നമ്മൾ സബ് ക്ലാസ്സിൽ റീയൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. സൂപ്പർ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിൻ്റെ നെയിമും അതിൻ്റെ സിഗ്നേച്ചറും സെയിം ആയിട്ട് നമ്മൾ സബ് ക്ലാസ്സിൽ റീയൂസ് ചെയ്യുക. ഇത് റൺ ടൈം പോളിമോർഫിസത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർലോഡിങ്ങും മെത്തേഡ് ഓവർ റൈഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മെത്തേഡ് ഓവർലോഡിങ്ങിലായിരുന്നെങ്കിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം, ആൻഡ് നെയിം സെയിം ആയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ നെയിമും പാരാമീറ്ററും രണ്ടും സെയിം ആയിരിക്കണം. ഇനി അത് മെത്തേഡ് ഓവർലോഡിങ് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു, എന്നാൽ മെത്തേഡ് ഓവർ റൈഡിങ് റൺ ടൈം പോളിമോർഫിസത്തിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. മെത്തേഡ് ഓവർലോഡിങ് റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, എന്നാൽ മെത്തേഡ് ഓവർ റൈഡിങ് കോഡിൻ്റെ റീയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെത്തേഡ് ഓവർലോഡിങ്ങിൽ നമുക്ക് ആക്സസ് സ്പെസിഫയർ മെത്തേഡിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ ആക്സസ് സ്പെസിഫയേഴ്സ് നമ്മൾ റീയൂസ് ചെയ്യാറില്ല. ഇനി ഇതിൻ്റെ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ നോക്കാം.
ഇവിടെ ക്ലാസ് XYZ എന്ന് പറയുന്ന മെയിൻ ക്ലാസ്, സൂപ്പർ ക്ലാസ്സിൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ മെത്തേഡിൻ്റെ നെയിമും സിഗ്നേച്ചറും നോക്കുക. റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്, മെത്തേഡിൻ്റെ നെയിം ഡിസ്പ്ലേ ആണ്, വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിൽ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്ലൻ ബേസ് ക്ലാസ് ഡിസ്പ്ലേ. ഇനി നെക്സ്റ്റ് ഒരു ABC എന്ന് പറയുന്നൊരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ദാറ്റ് എക്സ്റ്റെൻസ് XYZ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ABC എന്ന് പറയുന്ന സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിലും എന്ത് സംഭവിച്ചു, ഇവിടെ സൂപ്പർ ക്ലാസ്സിലുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ സെയിം നെയിമും അതേ സിഗ്നേച്ചറും ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്തു. റിട്ടേൺ ടൈപ്പ് വോയിഡ്, മെത്തേഡിൻ്റെ നെയിം ഡിസ്പ്ലേ, വിത്തൗട്ട് ആർഗ്യുമെൻ്റ് ആണ് മെത്തേഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിലൊരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സൂപ്പർ ക്ലാസ്സിലത്തെ മെത്തേഡിൻ്റെ നെയിമും അതിൻ്റെ സിഗ്നേച്ചറും അതുപോലെ തന്നെ സബ് ക്ലാസ് യൂസ് ചെയ്തിരിക്കുന്നു. അതായത് എക്സാമ്പിൾ ഫോർ മെത്തേഡ് ഓവർ റൈഡിങ് ആണ്. ഇനി നമ്മൾ മെയിൻ ക്ലാസ്സിൽ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ XYZ X ഈക്വൽ ടു ന്യൂ ABC ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് അതിന് ആർഗ്യുമെൻ്റായിട്ട് എന്ത് കൊടുത്തേക്കുന്നു, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പാരാമീറ്ററാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ X ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ് ഡിസ്പ്ലേ ആണ് വർക്കാവുക. അതിന് ശേഷം എക്സിലേക്ക് ന്യൂ XYZ തന്നെ അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ X ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ബേസ് ക്ലാസ് ഡിസ്പ്ലേ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് ഫസ്റ്റ് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്കാണ് പോവുക, കാരണം X എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് ABC എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ആണ് ആദ്യം സേവ് ചെയ്തിട്ടുള്ളത്. പിന്നെ അഗെയിൻ X ഈസ് ഈക്വൽ ടു ന്യൂ XYZ എന്ന് പറഞ്ഞാൽ പിന്നെയും അസൈൻ ചെയ്തതിന് ശേഷം വേണം X ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണ് മെത്തേഡ് ഓവർ റൈഡിങ്. സബ് ക്ലാസ്സിൽ സൂപ്പർ ക്ലാസ്സിൻ്റെ അതേ നെയിമും സിഗ്നേച്ചറുള്ളൊരു ഫംഗ്ഷൻ റീയൂസ് ചെയ്യണം. കൺസെപ്റ്റാണ് മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്താണെന്നും മെത്തേഡ് ഓവർ റൈഡിങ് എന്താണെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.